ഹായ് ഗൈസ്, വെൽക്കം ഓൾ. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു പുതിയൊരു വ്ളോഗ് ചെയ്യാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞു പോയതപ്പോൾ. നമ്മൾ തിരിച്ച് യു എയിൽ എത്തിയിട്ടുണ്ട്. 3 years ബാക്ക് നമ്മൾ യു എയിലുണ്ടായിരുന്നു, 1 year ആയിട്ട്. പിന്നെ വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മോർണിംഗ് റുട്ടീനൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വന്നുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ബിസി ആയിരുന്നു. അപ്പോൾ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാനൊന്നും ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് ഉച്ചക്ക് ഉള്ള ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ സാധാ ചോറും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ഉണ്ട്, നല്ല അടിപൊളി കറിയും ഉണ്ട് കേട്ടോ. അത് ഈ ചട്ടി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ഇതിൽ മീൻകറിയൊക്കെ വെക്കാൻ അടിപൊളിയാണ്. മൺചട്ടി നമ്മളെ ഫേവറേറ്റ് ആണല്ലോ എല്ലാവരുടെയും. അപ്പോൾ ഇതാണ് ഇന്ന് ലഞ്ച്. മീൻകറി, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, പയറുപ്പേരി ഉണ്ട്. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം യു എയിലാകുമ്പോൾ പിന്നെ എങ്ങനെയാണല്ലോ, നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ റൂമിൽ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് രാത്രി ആയാൽ ഡെയിലി ഒന്നുമില്ല, ചില ദിവസങ്ങളിലൊന്നും പുറത്തിറങ്ങും. അപ്പോൾ ഇങ്ങനെയാവും ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ്. പിന്നെ ഞങ്ങൾ സഫാരി മാൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കസിന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞ് ഒരു സൂവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനിക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വിചാരിച്ചിട്ട് സൂവിലൊക്കെ ഒന്ന് പോയി കുറച്ച് ക്ലിപ്സും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. ടൈമിലല്ലേ സിക്സാഗ് ലൈൻ എന്താ സെൻറ്ററിൽ കൂടെ
ഈ സൂ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം മൃഗങ്ങൾ കാണാമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് കുറേ അതായത് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു സൂവിൻ്റെ ഇപ്പുറമായിട്ട് ഒരു സൈഡിലായിട്ട് ഒരു ബീച്ച് സൈഡ് ഒരു കായൽ പോലെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് നടക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പക്ഷീനെ എൻ്റെ കയ്യിൽ വെച്ചതിന് ശേഷം അവനക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഇങ്ങനെ ബേഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. കുറച്ചേറെ ധൈര്യത്തിൽ ഇങ്ങനെ കയ്യുമ്പോൾ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അവനക്ക് ആ ഒരു വെച്ച ധൈര്യമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ എടുക്കാനൊക്കെ പറയുന്നു കേട്ടോ. ലവ് ഫ്രെയിംസൊക്കെ കുറേ ഭാഗത്തുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൂ വരുന്നത് അജ്മാനിലായിട്ടാണ്. അജ്മാൻ്റെ ഒരു ഭാഗത്ത് ആയിട്ടാണ് ഈ ഒരു സൂ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.